വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പാരിസ്ഥിതിക അനുമതിയായി 2ഉം 3ഉം 4ഉം ഘട്ട നിർമ്മാണം നടത്തുന്നതിനാണ് അനുമതി. പരിസ്ഥിതി ക്ലിയറൻസിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കും. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വാണിജ്യ അടിസ്ഥാനത്തിലടക്കം ഉള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിലാണ് 2ഉം 3ഉം 4ഉം ഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതുവഴി വലിയ നേട്ടം ഉൾപ്പെടെ ഉള്ളവയാണ് വിഴിഞ്ഞത്തെ കാത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിലൂടെ ബർത്തിന്റെ നീളം 800 മീറ്ററിൽ നിന്നും 1200 മീറ്റർ വർദ്ധിപ്പിക്കാനാകും. നിലവിൽ 800 മീറ്ററാണ് ബർത്തിന്റെ നീളം. ഒപ്പം തന്നെ ഈ പുലിമുട്ടിന്റെ നീളം 3 കിലോമീറ്ററിൽ നിന്നും 1 കിലോമീറ്റർ കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇതിലുണ്ട്. നിലവിൽ 2 മദർഷിപ്പുകൾക്കാണ് ഇപ്പോൾ ഒരേ സമയം അവിടെ വരാൻ സാധിക്കുക. ഇനി ഈ പുലിമുട്ടിന്റെ ഉൾപ്പെടെ നീളം വർദ്ധിപ്പിക്കുന്നതോടുകൂടി 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം തുറമുഖത്ത് എത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ 2028 ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അത് പൂർത്തിയാക്കാനുള്ള ഫണ്ട് ഉൾപ്പെടെ വഹിക്കേണ്ടത് അദാനി ഗ്രൂപ്പ് തന്നെയാണ്. അത് പൂർത്തിയാക്കുമെന്ന തീരുമാനം തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 4 ലക്ഷം TU ചരക്കുകളും 203 ചരക്ക് കപ്പലുകളും ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടു കഴിഞ്ഞു. ഇതൊക്കെയും തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന MSC ഷിപ്പിംഗ് കമ്പനിയുടെ ജേഡ് സർവീസ് കൂടി ആരംഭിച്ചത്. ഇതും വലിയൊരു നേട്ടം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് നേടിയിട്ടുള്ളത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.